ഹായ് ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം. അങ്ങനെ സുധീഷ് കാറിൽ കിടന്നുറങ്ങാം കേട്ടോ. അപ്പോഴായിരിക്കും നികേഷ് ഫോൺ വിളിക്കുമ്പോൾ സുധീഷ് കോള് കട്ട് ചെയ്യാട്ടോ. നിധി അപ്പോഴേക്കും അങ്ങോട്ട് വരും. എന്തു പറ്റി? കട്ട് ചെയ്തോ? നിധി പറയും ഒന്നോടെ വിളിക്കേ. വീണ്ടും വിളിക്കുമ്പോഴാണ് കോൾ എടുക്കുന്നത്. ഓ ഇവൻ എന്താടാ? സുധി ചേട്ടൻ ഇത് എവിടെയാ? അപ്പൊ സുധീഷ് പറയും ഞാൻ നരകത്തിൽ. അതിന് ചേട്ടൻ ഇന്നലെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. സുധീഷിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പൊ നിധി പറയും ഫോണിങ്ങിതാ, ഞാൻ സംസാരിക്കാം. ഹലോ. അപ്പൊ സുധീഷ് ചോദിക്കും ഇതാരാ? നിധി പറയും എന്റെ സ്വരം കേട്ടിട്ട് ആരാണെന്ന് അറിയില്ലേ സുധീഷിന്? സുധീഷ് പറയും മാഡം എന്താ വിളിച്ചത്? ഇപ്പൊ എവിടെയുണ്ട്? സുധീഷ് പറയും അത് പിന്നെ ഞാനിപ്പോ റോഡിൽ. എന്താ വീട്ടിൽ വന്ന് കിടക്കാൻ സ്ഥലം ഉണ്ടായില്ലേ? അപ്പോൾ സുധീഷ് പറയും ഇന്നലെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് കിടന്നുറങ്ങിപ്പോയി. അത് വീട്ടിൽ വന്നിട്ടാവായിരുന്നില്ലേ എന്നാ ചോദിച്ചത്. സുധീഷ് പറയും അത് പിന്നെ കണ്ണടഞ്ഞതുപോലെ തോന്നി, അതാ പിന്നെ വണ്ടിയൊന്നും ഓടിക്കാതിരുന്നത്. ഇപ്പൊ ഉറക്കം മാറിയോ? അപ്പൊ സുധീഷ് പറയും ആ എനിക്ക് വീട്ടിലേക്ക് വായോ. ആ എന്ന് സുധീഷ് മൂളുമ്പോ ഉടനെ വരണം എന്ന് പറഞ്ഞാണേ നിധി കോളാട്ടേന്ന്. അങ്ങനെ സുധീഷ് പാട്ടും പാടി വണ്ടി ഓടിച്ച് വരുമ്പോ ഒരു ബൈക്കിൽ ചെന്ന് ഇടിക്കുകയാണ്. അപ്പോഴേക്കും ആൾക്കാർ വന്നിട്ട് എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? ഇത് കേൾക്കുമ്പോ സുധീഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയും ആഹാ അത് ശരി, അത് അവനോട് ചോദിക്കും. റോങ് സൈഡിലേക്ക് കയറി വന്നിട്ട് എന്നോട് ചോദിക്കുന്നോ? ആൾക്കാര് അങ്ങോട്ടും പറയുന്നുണ്ട്, സുധീഷ് വിട്ടുകൊടുക്കുന്നില്ല. റോങ് സൈഡിൽ കയറി വന്നിട്ട് അപ്പോ വണ്ടിക്കാരൻ പറയും നിങ്ങൾ സ്പീഡിലാവല്ലേ വന്നത്, ഞാൻ ഓണം അടിച്ചതാ, വളവെന്ന് നിങ്ങൾ ഇത്ര സ്പീഡിൽ വരാൻ പാടുണ്ടോ? എടാ നീ ഇൻഡിക്കേറ്റർ ഇട്ടായിരുന്നോ? താൻ എങ്ങോട്ടാ തിരിയാൻ പോകുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അപ്പൊ സുധീഷ് പറയും എടാ നേരെ പോണ്ട, ഞാൻ എന്തിനാണ് ഇൻഡിക്കേറ്റർ ഇടുന്നത്? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേ നിന്നെയൊക്കെ ആരാ ഡ്രൈവിംഗ് പഠിപ്പിച്ചേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ നിന്റെ താന്ത. അതിൽ സുധീഷ് അച്ഛനെ വിളിക്കുന്നോടാ എന്ന് പറഞ്ഞ അവന്റെ കാരണം നോക്കിയൊന്ന് പൊട്ടിക്കുക. അപ്പൊ തന്നെ അയാൾ താഴെ വീഴും. ഹോ, അവന്റെ ഒരു നാവടക്കി വെച്ചില്ലെങ്കിലേ ഇനിയും കിട്ടും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ട് ആൾക്കാർ പോലീസിനെ വിളിക്കാൻ പറയും. പോലീസിനെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് വണ്ടി ഇടിച്ച ബൈക്കാരൻ വിളിക്കും. സുധീഷ് പറയും വിളിക്കടാ. അങ്ങനെ വിളിച്ച് സംസാരിക്കുകയാണേ. അച്ഛാ എന്നെ ഒരുത്തന് തല്ലി, നീ എവിടെയാടാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ കറക്റ്റ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുധീഷ് ചോദിക്കും ജില്ലാ കളക്ടർ ആരാ, നിന്റെ അച്ഛനാടോ? അപ്പോൾ അയാൾ പറയും അല്ല, SP സൂപ്രണ്ട് ഓഫ് പോലീസ്. സുധീഷ് ആകെ പേടിക്കും. അയ്യോ പോലീസാ എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കാണ് അവിടെ. ശേഷം വീട്ടിലാണ് കാണിക്കുന്നത്. സുഭാഷ് പുറത്ത് സാധനം വാങ്ങിക്കാൻ പോവാണേ. ഹനീഷും ആ ചെറുതും കൂടെ അവിടെ എന്താ പറയാ ചെസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്താടാ കറിക്ക് വേണ്ടത്? എന്ത് ചോദ്യം സുഭാഷ് ചേട്ടാ, എല്ലാ ദിവസവും പച്ചക്കറി അല്ലേ, എന്തെങ്കിലും കടിച്ചു പറിക്കാൻ താ. അപ്പൊ ചെറുത് വയ്ക്കും മുരിങ്ങാക്കോല് മതി. സുഭാഷ് ചേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ചിക്കൻ വാങ്ങിച്ചിട്ട് വരാം. രാവിലെ വിളിച്ചപ്പോ വരുന്നു എന്ന് പറഞ്ഞല്ലേ സുധീഷ് കോളട്ടത്, എന്നിട്ടെന്താ വരാത്തത്? അപ്പോ ചെറുത് പറയും, അനിയൻകുട്ടൻ പറയും വണ്ടി കിടന്ന് ഉറങ്ങിക്കാണും. അപ്പോഴേക്കും സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരാം. 100 ദാ വിളിക്കുന്നോ. അല്ലടാ നീ വരാന്ന് പറഞ്ഞിട്ട് മണിക്കൂർ കഴിഞ്ഞല്ലോ, എവിടെ പോയി കിടക്ക? സുഭാഷ് ചേട്ടാ ഞാനിവിടെ പെട്ടിരിക്കാ. സുധീരിക്കും എന്താടാ നിന്റെ ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോ സുധീഷ് പറയും ഉണ്ട്, ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത്. സുഭാഷ് ഞെട്ടും. പോലീസ് സ്റ്റേഷൻ എന്ത് പറ്റിയടാ? അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ചോദ്യം എല്ലാരും കേൾക്കുമ്പോ എല്ലാരും പോലീസ് സ്റ്റേഷനോ എന്ന് വിചാരിച്ച് ഞെട്ടി നിൽക്കുക. അങ്ങനെ സുധീഷ് സംഭവിച്ച കാര്യങ്ങൾ പറയണേ. അയാള് റോങ് സൈഡ് ആയിരുന്നു. സുഭാഷ് ചേട്ടൻ ഒന്നിങ്ങോട്ട് വരുമോ? ആ ശരിയടാ ഞാൻ വരാന്ന് പറഞ്ഞേ സുഭാഷ് കോള് കെട്ടയോ. എന്താ പ്രശ്നം? അറിയില്ല, പോയിട്ട് വരാം വാടാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും പോവാട്ടോ. അങ്ങനെ നിധി ആകെ ടെൻഷനിലാ നിൽക്കണേ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ആകെ കേസായിരിക്കാട്ടോ. അയാള് സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ മോനായതുകൊണ്ട് തന്നെ പോലീസുകാർ അയാളോടൊപ്പമാണ് നിൽക്കുന്നത്. നിവിയും പോയിക്കോ, ഇവന്റെ കാര്യം ഞങ്ങളേറ്റു. അപ്പൊ അയാൾ പറയും ഇല്ല, ഇവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് കാണണം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. സുധീഷ് അവിടെ നിന്നിട്ട് പറയും സാറേ എന്റെ ഭാഗത്ത് എന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, വളവ് തിരിഞ്ഞു വന്നപ്പോ ഇയാൾ റോങ് സൈഡ് കയറി വരികയായിരുന്നു. അപ്പൊ അയാൾ പറയും ആരാ റോങ് സൈഡ് കയറി വന്നത് നമുക്ക് തീരുമാനിക്കാം, നീ ഇപ്പൊ അവിടെ പോയിരിക്കടാ. സുധീഷ് പറയും ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ പോലീസ് പറയും നീ ഒന്നും പറയണ്ടടാ, നടുറോട്ടിൽ ഒരാളെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് വർത്താനം പറയുന്നോ? സുധീഷ് ആകെ ഞെട്ടും. കൊല്ലാനോ? ഞാനോ? പോലീസ് പറയും ഇയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ച് കൊല്ലാൻ നോക്കിയതല്ലേ താൻ, എന്തൊക്കെയാ തന്റെ നേർക്ക് ചാർത്താൻ പോകുന്നതെന്ന് അറിയോ? മാറി നിൽക്കിങ്ങോട്ട്. സുധീഷ് പറയും സാറേ സ്വാധീനമുള്ളവർ പറയുമ്പോ എന്തും ചെയ്യാന്ന് കരുതരുതേ, മാറി നിൽക്കടാ, അടിച്ച് പല്ല് ഞാൻ കൊഴിക്കും എന്ന് പറഞ്ഞേ സുധീഷിനെ അവിടുന്ന് ആ സൈഡിലേക്ക് മാറ്റി നിർത്തുക. സുഭാഷും ഹരീഷും കൂടെ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് സുധീഷിനെ കുറിച്ച് ചോദിക്കുമ്പോ തന്നെ ഓ SP മകന്റെ വണ്ടി ഇടിച്ചിട്ട കേസല്ലേ. അപ്പോഴാണ് SP മകനെയാണ് വണ്ടി ഇടിച്ചതെന്നുള്ള കാര്യം ഇവരറിയുന്നത്. ഇവര് പേടിച്ച് വാ എന്ന് പറഞ്ഞ ഹരീഷ് സുധീഷിനെ കുട്ടിയെ പോലീസ് സ്റ്റേഷനകത്തേക്ക് ചെല്ലാണ്. എടാ സുധീഷ് എന്താ പറ്റിയത്? അപ്പോ സുധീഷ് പറയും ഏട്ടാ അവൻ ഇങ്ങോട്ട് വന്ന് കയറി എന്നിട്ട് ഇങ്ങോട്ട് വഴക്കിടാൻ വന്നോ, ആദ്യം തല്ലാൻ വന്നത് അവനാ. അത് കേൾക്കുമ്പോ സുഭാഷിന് ആകെ ടെൻഷനാവും. തല്ലാൻ വരെ? സുധീഷ് പറയും ആ പറഞ്ഞു പറഞ്ഞ അവസാനം തല്ലായി. അപ്പോഴാ അവൻ SP മകനാന്ന് അറിഞ്ഞത്. ഇപ്പൊ ഇവര് പറയാ ഞാൻ അവനെ കൊല്ലാൻ നോക്കിയതേ. അങ്ങനെ ഇവര് സംസാരിക്കുന്നതാണുമ്പോ പോലീസ് വയ്ക്കും ആരെ അവന്മാരൊക്കെ അകത്ത് കയറ്റി വിട്ടത്? സുഭാഷ് വന്നിട്ട് പറയും സാറേ കാര്യം എന്താന്ന് പറഞ്ഞ് സംസാരിക്കാനായിട്ട്. അപ്പൊ പോലീസ് വയ്ക്കും നീ ആരാടാ, ഇയാളെന്താ വക്കീലാണോ? അപ്പൊ സുഭാഷ് പറയും ഞാന് ഇവന്റെ ഏട്ടനാണ് സാറേ. പോലീസ് അറിയോ? ഹോ ചേട്ടനാണോ? എന്നാ അങ്ങോട്ട് മാറി നിൽക്ക്.
അപ്പൊ സുഭാഷ് പറയും ഒരുപാട് കാലമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ് സുധീഷ്, അങ്ങനെ അപകടമൊന്നും പറ്റിയിട്ടില്ല ഇതുവരെ. പോലീസ് പറയും ആ അഹങ്കാരം കൊണ്ടായിരിക്കാം ഒരാളെ ഇടിച്ചിട്ടതും ഹെൽമെറ്റ് കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ നോക്കിയതും. അത് കേൾക്കുന്ന സുധീഷ് അവിടുന്ന് പറയും സാറേ ഞാൻ ഇയാളെ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല, ഇയാളെന്റെ അച്ഛനെ വിളിച്ചപ്പോഴാ ഞാൻ പോലീസ് വയ്ക്കും നിന്റെ തന്തയ്ക്ക് വിളിച്ചാ നീ കൊല്ലുവടാ, ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിക്കട്ടെ നീ എന്ത് ചെയ്യും. സുഭാഷ് പറയും റോഡിൽ നടന്ന ചെറിയൊരു തട്ടുമുട്ട് കേസല്ലേ, നമുക്കത് സംസാരിച്ച് പരിഹരിച്ചൂടെ. പോലീസ് അറിയും അത് ശരിയാ, പക്ഷേ തന്റെ അനിയന്റെ കയ്യിലിരിപ്പ് ശരിയല്ല, അടിക്കാൻ തുടങ്ങുമ്പോഴേ അപ്പുറത്തിരിക്കുന്നവന്റെ സ്ഥാനം ഒന്നറിയണം. നടു റോട്ടിലെ SP മകനെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയെന്ന കേസ്, ഒരു 10 വർഷം അകത്തിടാനുള്ള വകുപ്പ് ചേർത്ത് FIR ഇടാനാ പറഞ്ഞിരിക്കുന്നത്. അനിയനെ ഇനി കോടതി ചെന്ന് ജാമ്യത്തിലെടുത്താൽ മതി. സുഭാഷ് പറയും എന്താ സാറേ 10 വർഷമോ, മനഃപൂർവ്വം കൊല്ലാൻ നോക്കാൻ സുധീഷിനെ ഇയാൾ അറിയ പോലും ഇല്ലല്ലോ. അപ്പൊ പോലീസ് പറയും അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം, നിങ്ങൾ ചെല്ലേ. സുഭാഷ് ആ നിവീന്റെ അടുത്ത് പറയും ഇയാളുടെ വണ്ടിയല്ലേ അടിച്ചത്, സുധീഷിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിവീൻ പറയും നിങ്ങളൊന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളത് പോലീസ് ചെയ്തോളൂ. നാട്ടുകാർ ഇവിടെ നോക്കി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ അനിയൻ എന്നെ തല്ലിയത്, ആൾക്കാർ പിടിച്ചു മാറ്റിയതുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ തല തല്ലി ഇവനെന്നെ കൊന്നനെ. അപ്പോഴും സുഭാഷ് ഇങ്ങനെ സോറി, ഞാൻ വേണമെങ്കിൽ കാലൊടിച്ച് മാപ്പ് പറയും, ഞങ്ങൾക്കൊക്കെ വക്കീലിനെ വെച്ച് കേസ് വാദിക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പൊ പോലീസ് അറിയും അതൊക്കെ കോടതി നോക്കിക്കോളൂ, പേടിക്കണ്ട, എന്തായാലും 14 ദിവസം അകത്ത് കിടക്കുന്ന ഉറപ്പാണ്. അങ്ങനെ സുഭാഷും ഹരീഷും എന്ത് പറഞ്ഞിട്ടും ആ പോലീസുകാരൻ കേൾക്കുന്നില്ല, ഷൗട്ട് ചെയ്ത് അവരെ പുറത്താക്കണേ. പോരാത്തതിനെ ആ ഓടിച്ചിരുന്ന ടാക്സി സീസ് ചെയ്യാനും പറയാണ്. ശേഷം സുഭാഷിനെയും ഹരീഷിനെയും പോലീസുകാരൻ പിടിച്ച് പുറത്താക്കുക കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ സുധീഷ് ഇങ്ങനെ സങ്കടത്തിൽ നോക്കുക. ശേഷം സുധീഷ് എന്നെ പോലീസിൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറയുന്നുണ്ട്, അറിയാണ്ട പറ്റിയതാണെന്നും സീസ് ചെയ്യരുതെന്നും വണ്ടി മുതലാളിയുടെ ആണെന്നും. അപ്പം മുതലാളിയുടെ നമ്പർ തരാൻ പറയുമ്പോൾ സുധീഷ് ആദ്യം കൊടുക്കുന്നില്ല കേട്ടോ. ആഹാ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ. അപ്പോഴും സുധീഷ് പറയുന്നുണ്ട് കേസാക്കരുത്, എൻ്റെ പണി പോകും, വർഷങ്ങളായിട്ട് നീ ജോലി ചെയ്യുന്നതല്ലേ, ഇനി പണിയൊന്ന് മാറ്റി പിടിക്കാം, നമ്പർ പറയടാ. അങ്ങനെ ഒരുപാട് തവണ ചോദിക്കുമ്പോഴാണ് ഫോൺ നമ്പർ കൊടുക്കുന്നത്. ആളുടെ പേരെന്താ, തോമസ്. ശരി, എന്നാ ഇവനെ ലോക്കപ്പിലിടെ. അത് കേൾക്കുമ്പോൾ സുധീഷയ്ക്ക് ലോക്കപ്പോ, പിന്നെ നിനക്ക് 5 സ്റ്റാർ ഹോട്ടൽ ആരാടാ. അങ്ങനെ സുധീഷിനെ അവര് ലോക്കപ്പിലിടാട്ടോ. ശേഷം പിന്നീട് പോലീസ് ആ ട്രാവൽസ് ഓണർ തോമസിനെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയാട്ടോ. സുഭാഷ് ടെൻഷനോടെ നിൽക്കുമ്പോൾ ഹരി പറയും സുധീഷ് ചേട്ടനെ അവര് മനഃപൂർവ്വം ചെയ്തതാ, അത് SP മകനായതുകൊണ്ട്. സുഭാഷ് പറയും ഇവനെന്തിനാ ലോകത്തിലെ എല്ലാ വള്ളിയും കയറി പിടിക്കാൻ പോകുന്നത്, നിനക്കും അവനും പിന്നെ മെണ്ടി ആടിയാണല്ലോ. ഹരി പറയും ആ ചെറുക്കൻ സുധീഷ് ചേട്ടനെ ചൊറിയാൻ നിന്നിട്ടുണ്ടോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ടെൻഷനോടെ നോക്കുമ്പോഴായിരിക്കും തോമസ് സാറ് അങ്ങോട്ട് വരുന്നത്. കാര്യം തിരക്കുമ്പോൾ സുഭാഷ് കാര്യങ്ങളെല്ലാം പറയും. എന്തേലും പറ്റിയോ, ഇല്ല അത് SP മകനാ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അടിയായി, അവനിപ്പോൾ സുഭാഷ് അയാളെ കൊല്ലാൻ നോക്കിയെന്ന കേസ്, തോമസ് സാറിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞാൻ CA ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ചെന്നിട്ടാണ്. എന്നിട്ട് ID കാർഡ് കാണിക്കും. അപ്പോൾ പോലീസ് അവിടെ ഇരിക്കാൻ പറയാട്ടോ. എന്നിട്ട് ഇവർ തമ്മിൽ കുറേ സംസാരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടും ഇവർ ഏൽക്കുന്നില്ല കേട്ടോ. പൈസ കൊടുത്ത് വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം, ആളൊരു പാവാണ്, കുറച്ച് മുൻകോപ്പം ഉണ്ടെന്നേ ഉള്ളൂ, ഇപ്പോൾ അടുത്ത് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, നമുക്ക് സംസാരിച്ച് തീർത്തൂടെ. അപ്പോൾ പോലീസ് പറയും ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, താൻ പുറത്ത് നിൽക്ക്. അപ്പോൾ നിവീൻ്റെ അടുത്ത് പോലീസ് പറയും എന്തെങ്കിലും വാങ്ങിച്ച് കേസ് ഒതുക്കൂടെ. അപ്പോൾ ആ നിവിൻ പറയും ഇവന്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങി കേസ് ഒതുക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. പോലീസ് പറയും നക്കാപ്പിച്ചയാക്കണ്ട, തരക്കേടില്ലാത്തൊരു തുക വാങ്ങിക്കാം, പെറ്റടിക്കേണ്ട കേസാണ്, കൊലപാതക ശ്രമം ആക്കി എന്ന് പറഞ്ഞാലേ കോടതി വെറുതെ വിടില്ല, അത് പോലീസിനെ വിമർശിക്കുകയുള്ളൂ, നമുക്കാണെങ്കിലേ പരിക്കൂല്ല, അവിടെ പോയി തോൽക്കുന്നതിനേക്കാളും നല്ലത് ഇവിടുന്ന് കുറച്ച് പൈസ വാങ്ങി ജയിക്കുന്നതല്ല. ശരി, എങ്കിലും അവനൊരു പണി കൊടുക്കണം. അപ്പോൾ പോലീസ് പറയും 1 മാസത്തേക്ക് വണ്ടി തൊടാത്ത വിധം ഞാൻ ഒതുക്കിക്കോളാം, അത് മതിയോ. അപ്പോൾ ആ നിവിൻ പറയും അത് മതി. അങ്ങനെ തോമസ് സാറ് സുഭാഷിനോടും ഹരീൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ പറയണേ. അല്ല സാറേ പൈസ എന്നൊക്കെ പറഞ്ഞാൽ എത്രയാ, അതൊക്കെ അവർ സംസാരിച്ച് വിളിക്കാന്നാ. അപ്പോഴേക്കും പോലീസ് അങ്ങോട്ട് വന്നിട്ട് പറയും 50,000 രൂപ വന്നാൽ കേസ് ഇപ്പോൾ ക്ലോസ് ചെയ്യാം. സുഭാഷ് ഞെട്ടിപ്പോവും, 50,000 രൂപയോ. അപ്പം അയാൾ പറയും വിലപേശം ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. തോമസ് സാറേ, അപ്പോൾ തോമസ് പറയും ഇത്രയ്ക്കൊന്നും ചോദിക്കുന്നത് ഞാനും കരുതിയില്ല, എൻ്റെ കയ്യിൽ അത്രയൊന്നുമില്ല, അവൻ്റെ അച്ഛൻ SP ആയി പോയില്ലേ. അപ്പോൾ ഹരി പറയും കുറച്ച് പൈസ ഞാൻ ഓണറുടെ അടുത്തുനിന്ന് വാങ്ങിക്കാം, 10-15 കിട്ടും. അപ്പോൾ സുഭാഷ് പറയും അലമാരയിൽ ഒരു 10,000 ഉറുപ്പിക ഉണ്ട്. അപ്പോൾ തോമസ് പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, ഉള്ളത് എടുത്തിട്ട് വാ, ബാക്കി നമുക്ക് കുറച്ച് സമയം ചോദിക്കാം. അങ്ങനെ ഹരി ആ പൈസ എടുക്കാനായിട്ട് പോവാണ്. സുഭാഷ് ആണെങ്കിൽ ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെ ഹരി വീട്ടിലെത്തുമ്പോൾ നിധി പുറത്തന്നെ ഉണ്ട് കേട്ടോ. കാര്യം തിരക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലുണ്ടായ കാര്യമൊക്കെ ഹരി പറയാം കേട്ടോ. കുറച്ച് പൈസ എടുക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞാൽ അത് പോയിട്ട് സുഭാഷ് എടുത്ത് വെച്ചിരിക്കുന്ന ആ പൈസ എടുത്തുകൊണ്ട് വരിക. അപ്പം നിധി പറയും എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഇരിപ്പുണ്ട്. അതൊന്നും വേണ്ട, കുറച്ച് പൈസ ഞാൻ ഓണറുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഹരി പോകാൻ നിൽക്കുമ്പോൾ നിധി അറിയും ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് നിധിയും കൂടെ പോവാണ്. അങ്ങനെ നിധിയെ കൂട്ടി അങ്ങോട്ട് ചെല്ലുന്ന കാണുമ്പോൾ മോളെന്തിനാ വന്നേ എന്ന് സുഭാഷ് ചോദിക്കുകയാണ്. അപ്പോൾ തോമസ് പറയും സ്ത്രീകൾ കൂടെ ഉള്ളത് നല്ലതാണ്,
അപ്പോൾ അവരത്രയ്ക്ക് ഇങ്ങോട്ട് മുട കാണിക്കില്ല. അങ്ങനെ ഹരി പറയും സുഭാഷ് ഏട്ടൻ പറഞ്ഞതും ഓണർ കയ്യിൽ എല്ലാം കൂടെ 25 ഉണ്ട്. അപ്പോൾ തോമസ് സാർ പറയും അത് മതി, ബാക്കി നമുക്ക് ഒരാഴ്ച സമയം ചോദിക്കാം. സുഭാഷ് പറയും ഒരാഴ്ച കഴിഞ്ഞാലും ആ പൈസ. അപ്പോൾ തോമസ് പറയും അതൊക്കെ ഞാൻ കൊടുത്തോളാം. അപ്പോഴേക്കും ഹരി പറയും സുധീഷ് ഏട്ടൻ്റെ ബാഗിൽ നിന്ന് 25,000 രൂപ കിട്ടി, അത് ഞാൻ എടുത്തു. സുഭാഷ് പറയും അതവൻ എന്തെങ്കിലും മാറ്റി വെച്ചതാവില്ലേ? അങ്ങനെ തന്നെയാണ് ഏട്ടാ, എല്ലാവരും ഓരോ കാര്യത്തിനായി മാറ്റി വെക്കുന്ന പൈസയാ, ആരും വെറുതെ സമ്പാദിച്ച് വെക്കുന്നതല്ലല്ലോ. എന്തായാലും ആദ്യം കാര്യം നടക്കട്ടെ വാ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ സ്റ്റേഷനകത്തേക്ക് പോവാം. സുധീഷിനെ ലോക്കപ്പിലിട്ടത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടും. എന്തിനാടാ ലോക്കപ്പിലിട്ടത്? തോമസ് സാർ പറയും ഇനിയിപ്പോൾ അതേ ചോദിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ അവരിങ്ങനെ അകത്ത് കയറി നിധി ഇങ്ങനെ സുഭാഷിനെ നോക്കുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷം ഇവര് വീട്ടിലെത്തിയിട്ട് ഹരീഷും സുഭാഷും തമ്മിൽ അടിയാവുന്നുണ്ട്. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്ന അച്ഛൻ പറയും അവൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അറിഞ്ഞിട്ടും അത്രയും പൈസ അവന്മാർക്ക് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങളെന്താ മണ്ടന്മാരാണോ എന്നിങ്ങനെ പ്രൊമോൻ്റെ ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുടരാം. അപ്പോൾ ചാനൽ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.